കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നികേഷിനെയും നികേഷിൻ്റെ ഗേൾഫ്രണ്ടിനെയും ഹോട്ടലിൽ നിന്നും പിടിക്കുകയാണ് പോലീസ്. അങ്ങനെ അവരെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുകയാണ്. ഇങ്ങനെ കൊണ്ടുപോകുന്ന ഇടയ്ക്ക് നികേഷ് സുധീഷിനെ കാണുന്നുണ്ട്. എന്നിട്ട് സുധീഷിൻ്റെ അടുത്തോട്ടേക്ക് ഓടി ചെല്ലുകയാണ്. സുധീഷ് ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട്. അപ്പോൾ സുധീഷ് ചോദിക്കുകയാണ് എന്താടാ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പം നികേഷ് പറയും എനിക്കറിയില്ല എന്ന് പറയാണ്. എന്നിട്ട് സുധീഷ് നേരെ പോലീസിൻ്റെ അടുത്തോട്ടേക്ക് ചെന്ന് ഇവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണം. അപ്പോൾ പോലീസ് പറയും ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടാണോ ഇവിടെ നിന്നും ഇവരെ പിടിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയും അവന് കോളേജിൽ പഠിക്കുന്നതാണ് സാറേ എന്ന് പറയാണ്. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ ഹോട്ടൽ മുറിയിൽ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന നികേഷ് ആകപ്പാടെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. എന്ത് നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നികേഷിനെയും കൊണ്ട് പോലീസ് പോകുകയാണ്. പിന്നീട് സുധീഷ് പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുകയാണ്. അങ്ങോട്ടേക്ക് സുഭാഷിനെയും നിധിയെയും വിളിച്ച് വരുത്തുന്നുണ്ട്. എന്നിട്ട് സുഭാഷ് വന്ന് സുധീഷിനോട് ചോദിക്കുകയാണ് എന്താ പ്രശ്നം സുധീഷേയും ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയും നികേഷിനെയും അവൻ്റെ ഗേൾ ഫ്രണ്ടിനെയും ലോഡ്ജ് മുറിയിൽ നിന്നും പിടിച്ചു എന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് പറയും എന്തിനാണെന്ന് പറയാണ്. അപ്പോൾ സുധീഷ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് സുധീഷ് പറയുന്നുണ്ട് അവിടെ എന്തോ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് അങ്ങോട്ടേക്ക് ചെന്നതാണ്. നികേഷിനെയാണ് അവർ കണ്ടത്. അങ്ങനെ അവരെയും കൂട്ടി പോലീസ് ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന് പറയണം. ഇത് കേൾക്കുന്ന സുഭാഷ് ആകപ്പാട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. സുഭാഷ് സുധീഷിനോട് ചോദിക്കും നീ ഇൻസ്പെക്ടറോട് സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയും ഞാൻ ഇൻസ്പെക്ടറോടൊക്കെ സംസാരിച്ചു എന്ന് പറയണം. അപ്പോൾ നിധി പറയും അവന് കോളേജിൽ പഠിക്കുന്നതല്ലേ എന്ന് പറഞ്ഞുകൂടായിരുന്നു. അപ്പോൾ സുധീഷ് പറയും അതെല്ലാം ഞാൻ പറഞ്ഞതാണ്. കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് എന്താണ് ലോഡ്ജ് മുറിയിൽ കാര്യം എന്നാണ് അവർ ചോദിച്ചത്. ഇനി സുഭാഷ് പറയും വാ നമുക്ക് ഒന്നും കൂടി സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൻ്റെ അടുത്തോട്ടേക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് കയറി ചെല്ലുന്ന സമയത്ത് നികേഷ് സുഭാഷിനെ കണ്ടപാടെ സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ഓടി ചെല്ലും. പക്ഷേ സുഭാഷ് ദേഷ്യത്തിലായിരിക്കും. അപ്പോൾ അവിടെയുള്ള പോലീസ് പറയും എവിടേക്കാടാ പോകുന്നത് അവിടെ പോയി ഇരിക്കുക എന്ന് പറയാണ്. എന്നിട്ട് പോലീസ് പറയും സുഭാഷിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അകത്ത് ഇൻസ്പെക്ടറുണ്ട് അവിടെ ചെന്ന് സംസാരിക്കുക. സുഭാഷ് ഇൻസ്പെക്ടറോട് പറയും സാറേ അവന് പഠിക്കുന്ന കുട്ടിയാണെന്ന് പറയുകയാണ്. അപ്പോൾ പോലീസ് ചോദിക്കും നീ ആരാണ് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ നികേഷിൻ്റെ ഏട്ടനാണെന്ന് പറയുകയാണ്. സുധീഷിനെ കാണിച്ചു കൊടുത്തിട്ട് ഇത് അവൻ്റെ വേറൊരു ഏട്ടനും ഇത് ഇവൻ്റെ വൈഫും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിധിയെയും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പോലീസ് പറയും എന്താ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് എന്താണ് ഹോട്ടൽ മുറിയിൽ കാര്യമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ പോലീസ് പറയും ആ ഇരിക്കുന്ന പെൺകുട്ടിയെയും അവനെയും കൂടിയാണ് ഞങ്ങൾ ഹോട്ടലിൽ നിന്നും പിടിച്ചത്. അവർ എത്ര പറഞ്ഞാലും പോലീസുകാരൻ അവരെ വിട്ടയക്കാൻ സമ്മതിക്കില്ല. പിന്നീട് അവർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തോട്ടേക്ക് ഇറങ്ങിയ ശേഷം സുഭാഷിനോട് പറയും സുഭാഷ് ഏട്ടാ ഇനി എന്ത് ചെയ്യും. ഇനി സുഭാഷ് ഏട്ടന് അറിയുന്ന വലിയ ആൾക്കാരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും വിളിച്ച് ഇനി ഇറക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. സമയത്ത് സുഭാഷ് പറയും ആ ഉണ്ടേടാ എനിക്ക് ഒരു MLA അറിയാമെന്ന് പറയുകയാണ്. അപ്പോൾ സുധീഷ് പറയും എങ്കിൽ സുഭാഷ് ഏട്ടൻ എത്രയും പെട്ടെന്ന് അയാൾക്ക് വിളിക്ക്. അങ്ങനെ വിളിക്കാമെന്ന് പറയുമ്പോൾ സുഭാഷ് വിളിക്കണം. പിന്നീട് MLA വരുന്നുണ്ട്. MLA വന്ന് പോലീസിനോട് സംസാരിക്കുകയാണ്. പിന്നെ പോലീസ് പറയും എങ്കിൽ ഞാൻ വിട്ടയക്കാം എന്ന് പറയുകയാണ്. എന്നിട്ട് നികേഷിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നികേഷിനോട് പറയുന്നുണ്ട് പോലീസ് ഇനി ഇതുപോലുള്ള തെറ്റുകൾ കണ്ടാൽ ഇതുപോലെ ഇനി വിട്ടയക്കുമെന്ന് കരുതണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ പോലീസ് പറയും ഇവിടെ ആരെങ്കിലും ഒന്ന് സൈൻ ചെയ്യുമെന്ന് പറയുകയാണ്. അങ്ങനെ സൈൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് സുഭാഷ് ദേഷ്യത്തോട് കൂടി നികേഷിനെ നോക്കുകയാണ്. അങ്ങനെ നികേഷിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.